ഇടുക്കിയിൽ 8 മാസത്തോളമായി വൈദ്യുതിയില്ലാത്ത ലയത്തിൽ കൈക്കുഞ്ഞുമായി കഴിയുകയാണ് ഒരമ്മ. വൈദ്യുതി കണക്ഷൻ നൽകണമെങ്കിൽ കുടിശ്ശിക അടച്ചു തീർക്കണമെന്നാണ് KSEBയുടെ നിലപാട്. കുടിശ്ശിക പൂർണ്ണമായും അടച്ചു തീർത്തതാണെന്ന് ലയത്തിലെ മുൻ താമസക്കാർ പറയുന്നു. എന്നാൽ കുടിശ്ശിക തീർത്തുവെന്ന് തോട്ടമുടമ അപേക്ഷ നൽകാത്തതാണ് വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചു നൽകാൻ തടസ്സമായിരിക്കുന്നത്. റാണിക്കോവിൽ എസ്റ്റേറ്റിലെ തൊഴിലാളികളായ ബാലകൃഷ്ണന്റെയും പളനിയമ്മാളിന്റെയും കുടുംബത്തിനാണ് ദുരവസ്ഥ. തോട്ടം ബദൽ ഗ്രൂപ്പ് ഏറ്റെടുത്തതോടെ ബാലകൃഷ്ണന് ജോലി നഷ്ടമായിരുന്നു. പളനിയമ്മാൾക്ക് ലഭിച്ച ലയത്തിലായിരുന്നു ഇവരുടെ താമസം. എന്നാൽ കഴിഞ്ഞ നവംബറിൽ സമീപത്തെ ലയത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഇവരുടെ വീട് പൂർണ്ണമായും കത്തി. തുടർന്ന് മാനേജ്മെന്റ് അനുവദിച്ച പുതിയ മുറി 10,000 രൂപ സ്വന്തം കയ്യിൽ നിന്നും ചിലവഴിച്ചാണ് വാസയോഗ്യമാക്കിയത്. ഇതിനിടെ പ്രസവത്തിനായി മകളും എത്തി. കാലങ്ങളായി താമസക്കാരില്ലാതിരുന്നതിനാലുണ്ടായ ബിൽ കുടിശ്ശികയെ തുടർന്നാണ് KSEB ഇവിടെയുള്ള കണക്ഷൻ വിച്ഛേദിച്ചത്. പുതുതായി താമസം തുടങ്ങിയത് മുതൽ വൈദ്യുതി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മാനേജ്മെന്റിനെയും KSEBയും ഇവർ സമീപിച്ചതാണ്. പക്ഷേ നടപടികളൊന്നും ഉണ്ടായില്ല. നിലവിൽ കൈക്കുഞ്ഞുമായി ഇരുട്ടിൽ കഴിയേണ്ട ഗതികേടിലാണ് ഈ കുടുംബം. മഴയാ, നല്ല മഴയാ. നിങ്ങൾക്കറിയാലോ, ഇടുക്കിയാണ്. അപ്പം ഒരു മേഖലയിൽ ഇങ്ങനെ കറണ്ട് ഇല്ലാതെ ഞങ്ങളുടെ വീട് മാത്രമേ ഉള്ളൂ. രാത്രിയാകുമ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ഒരു ബൾബ് കത്തിക്കാൻ വേണ്ടി തരും. അപ്പോൾ രാവിലെ ആകുമ്പോൾ അത് ഓഫ് ചെയ്യും. അത് സ്വാഭാവികം, നമുക്ക് അവരോട് പോയി ചോദിക്കാൻ പറ്റില്ല. പിന്നെ ചാർജർ ഇടാനാണെങ്കിലും ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോയിട്ടാണ് ചാർജർ ഇടുന്നത്. കുറേ പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ കറണ്ടില്ല, ഈ അവസ്ഥയാണ്, കറണ്ടില്ല. ഞങ്ങൾ പല പൊളിറ്റിക്കൽ പാർട്ടീസ് നേതാക്കന്മാരെ കണ്ട് അവരും പോയി ചോദിച്ചു. എത്രയാണെന്ന് വെച്ചാൽ സാർ ചോദിക്കുന്നത്, അവരും ചോദിച്ചു. ഓക്കെ, ഇത് നടപടിയാകും അങ്ങനെ പറഞ്ഞു. ഓക്കെ, ഞങ്ങളിപ്പോൾ നടപടിയാകും. എസ്റ്റേറ്റ് ലയമായതിനാൽ ഉടമ അപേക്ഷ നൽകിയാൽ മാത്രമേ കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്ന നിലപാടിലാണ് വൈദ്യുതി വകുപ്പ്. ആവശ്യമായ രേഖകൾ എസ്റ്റേറ്റ് മാനേജ്മെന്റിന് കൈമാറിയിട്ടുണ്ടെന്ന് ജീവനക്കാരും പറയുന്നു. ശക്തമായ മഴ പെയ്യുന്ന രാത്രികളിൽ ഇഴജന്തുക്കളെ ഭയന്ന് മെഴുകുതിരി വെട്ടത്തിലാണ് കൈക്കുഞ്ഞുമായി ഈ കുടുംബം രാത്രി തള്ളി നീക്കുന്നത്. അധികൃതരുടെയും മാനേജ്മെന്റിന്റെയും അടിയന്തര ഇടപെടൽ മാത്രമാണ് ഇനി ഇവരുടെ ഏക പ്രതീക്ഷ. ജനം, ഇടുക്കി.